വിലങ്ങന്നൂർ മുതൽ പട്ടിക്കാട് പീച്ചി റോഡ് ജംഗ്ഷൻ വരെയുള്ള 5.5 കിലോമീറ്റർ മലയോര ഹൈവേയുടെ നിർമ്മാണ സ്തംഭനത്തിനെതിരെ പാണഞ്ചേരി മണ്ഡലം INTUC കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പീച്ചി റോഡ് ജംഗ്ഷനിൽ പ്രതീകാത്മക പ്രതിഷേധ ശയന പ്രദക്ഷിണം സംഘടിപ്പിച്ചു. INTUC മണ്ഡലം പ്രസിഡന്റ് ബാബു പാണങ്കുടിയിൽ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ജില്ലാ നിർവാഹക സമിതി അംഗം KC അഭിലാഷ് സമരം ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണം തുടങ്ങി 20 മാസമായിട്ടും എങ്ങുമെത്താതെ കിടക്കുന്ന തൃശൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രമായ പീച്ചി ഡാമിലേക്കുള്ള റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും വേഗം പൂർത്തീകരിക്കുന്നതിന് മന്ത്രി കെ രാജൻ വേണ്ട ഇടപെടൽ നടത്തണമെന്നും അല്ലാത്തപക്ഷം മന്ത്രിയെ വഴിയിൽ തടയുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ KC അഭിലാഷ് പറഞ്ഞു. നിയോജകമണ്ഡലം സെക്രട്ടറി ബാബു തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. കാനകളുടെ അപാകതകൾ പരിഹരിക്കുക, പുതിയ പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണം പൂർത്തിയാക്കുക, കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുക, റോഡ് നിർമ്മാണം എത്രയും വേഗത്തിൽ പൂർത്തീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. KPCC മെമ്പർ ലീലാമ തോമസ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KP ചാക്കോച്ചൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിഫിൻ ജോയ്, പഞ്ചായത്ത് അംഗങ്ങളായ സുശീല രാജൻ, ഷൈജു കുര്യൻ, CS ശ്രീജു, KM പൗലോസ്, VB ചന്ദ്രൻ, തങ്കായ് കുര്യൻ, ബിന്ദു ബിജു, ഓമന ശങ്കർ, AC മത്തായി, TV ജോൺ, ജോസ് മൈനാട്ടിൽ, ബിജു ഇടപ്പാറ തുടങ്ങിയ നേതാക്കളും നിരവധി പ്രവർത്തകരും സമരത്തിൽ പങ്കെടുത്തു. 15,000 വർദ്ധിപ്പിച്ചാലും അത് ഇവിടുത്തെ സാധാരണക്കാർക്ക് ഗുണകരമായിരുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. കണ്ണാറയിലുള്ള ബനാന ഹണി പാർക്ക് രാജൻ വലിയ കുട്ടിഘോഷിച്ച് കൊണ്ടുവന്ന പദ്ധതി ഇവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. കണ്ണാറയിൽ നിന്നും മൂർക്കനിക്കര വഴി നടത്തിറക്കി പോകുന്ന റോഡ് 49 കോടി രൂപയാണ് അനുവദിച്ചത്. ഒരു കല്ല് പോലും ഇടുന്നതിന് ഇന്ന് വരെ കെ രാജന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ തിരിച്ചറിയണം. നൂറുകണക്കിന്, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകളെ ഡാമിലേക്ക് കൊണ്ടുവരുന്നതിന് മഹിമ മലയോര മഹോത്സവത്തിന് നേതൃത്വം നൽകിയത് MP വിൻസെന്റ് MLA ആയിരിക്കുമ്പോഴാണ്. അതിനുശേഷം ഇന്ന് വരെ ആ ഡാമിന്റെ വികസനത്തിന് വേണ്ടി ഒരു ഫണ്ട് അനുവദിക്കുന്നതിന്, ആ ഡാമിലേക്ക് ആളുകളെ കൊണ്ടുവരുന്ന തരത്തിലുള്ള പദ്ധതികൾ കൊണ്ടുവരുന്നതിന് കെ രാജന് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴയിൽ 1.5 മാസം മുമ്പ് നമുക്കറിയാം, നമ്മുടെ പ്രദേശത്ത് ഒരു മഴ പെയ്തപ്പോൾ ഡാം തുറക്കാൻ വൈകിയതിന്റെ പേരിൽ 8 മണിക്കൂറിനുള്ളിൽ 3 ഇഞ്ചിൽ നിന്നും 72 ഇഞ്ചിലേക്ക് ഡാം നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയിട്ട് 20 മാസം പൂർത്തീകരിച്ചിട്ടും നാളിതുവരെയായിട്ട് 1 കിലോമീറ്റർ പണി പോലും പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കാത്ത സാഹചര്യത്തിൽ ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പാണഞ്ചേരി മണ്ഡലം INTUCയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സമരമാണ് ഈ സമരം. നമുക്കറിയാം, ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം, ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയിട്ട് കാലങ്ങളായി. ഇതുവരെ റോഡിന്റെ ഇരു സൈഡിലുള്ള കാനകൾ നിർമ്മിക്കുവാനോ അതുപോലെ തന്നെ റോഡിന്റെ ടാറിംഗ് പണി പൂർത്തീകരിക്കുവാനോ ഈ റോഡിന് ആവശ്യമായ സഞ്ചാരയോഗ്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ഈ 20 മാസമായിട്ടും നടത്തുവാനായിട്ട് സാധിച്ചിട്ടില്ല. നമുക്കറിയാം, 19 കോടി രൂപയോളം ചിലവഴിച്ച് നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ റോഡിൻ്റെ പ്രവർത്തനം ഇന്ന് ജനങ്ങൾ ദുരിതത്തിലാക്കിയിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ണാറ കയറ്റത്ത് ആ കയറ്റത്തിൻ്റെ ഉയരം കുറയ്ക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കയറ്റം കുറയ്ക്കാമെന്ന് പറഞ്ഞ് ഏകദേശം 5 അടിയോളം മണ്ണ് അവിടുന്ന് മാന്തിയെടുക്കുകയും തുടർന്ന് ജനങ്ങളുടെ വലിയൊരു പ്രതീക്ഷയായിരുന്നു കയറ്റം കുറയുമെന്നുള്ള പ്രതീക്ഷ. പക്ഷേ യാതൊരു കാരണവശാലും കയറ്റം കുറച്ചുമില്ല. ആ നിർമ്മാണ പ്രവർത്തനം ആദ്യമുണ്ടായിരുന്ന കയറ്റത്തേക്കാൾ കൂടുതൽ കയറ്റം ഇപ്പോൾ സൃഷ്ടിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിൽ ഈ നിർമ്മാണ പ്രവർത്തനത്തിലുണ്ടായ മുഴുവൻ അപാകതകളും പരിഹരിച്ചുകൊണ്ട് സ്ഥലം MLA മന്ത്രി കൂടിയായ കെ രാജൻ ഇതിലിടപെട്ട് എത്രയും പെട്ടെന്ന് ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കുവാൻ വേണ്ട ഈ ജനങ്ങളോട് സഹകരിക്കണമെന്ന്. കൂടുതൽ പ്രാദേശിക വാർത്തകൾക്ക് പാണഞ്ചേരി അപ്ഡേഷൻ സബ്സ്ക്രൈബ് ചെയ്യുക.